السلام عليكم. كيف حالكم؟ الحمد لله. مرحبا إلى قناتي الഹാദിയ. ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ലുഗത്തി അൽ അറബിയ. അതൊരു പാട്ടാണ് കേട്ടോ. 20ാമത്തെ പേജിൽ നുൻഷിദു വനത്തതവ്വക്കു, നുൻഷിദു നമുക്ക് പാടാം, വനത്തതവ്വക്കു നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന് പേരെന്താ? ലുഗത്തി അൽ അറബിയ, മൈ അറബിക് ലാംഗ്വേജ്. ലുഗത്തി മൈ ലാംഗ്വേജ്, അൽ അറബിയ മൈ അറബിക് ലാംഗ്വേജ്, എൻ്റെ അറബിക് ലാംഗ്വേജ്. അപ്പോൾ ഇതൊന്ന് പാടണമല്ലോ, നല്ല ഈണത്തിൽ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. أتعلم فيها سبيلة العربية فيه أهل الدروس بأساليب ذكية. أتعلم فيها سبيلة العربية فيه أهل الدروس بأساليب ذكية. شكرا يا من أهداني أغلى هدية ما أرواها ما أهلاها لغة العربية. شكرا يا من أهداني أغلى هدية ما أرواها ما أهلاها لغة العربية. أتعلم فيها سبيلة العربية فيه أهل الدروس بأساليب ذكية. فتهم لم ثم الجر أهل الحركات فوق حروفي أرسمها ألبط كلماتي بالأسماء وبالأفعال لغتي آنية لغة العلم والآداب لغة العربية بالأسماء وبالأفعال لغتي آنية لغة العلم والآداب لغة العربية. أتعلم فيها سبيلة العربية فيه أهل الدروس بأساليب ذكية. هي ميراثي من أجدادي لغة الله لغة الفصحى دوما تبقى كنزا للأفهام. هي ميراثي من أجدادي لغة الله لغة الفصحى دوما تبقى كنزا للأحفاد. متألقة متطورة هي لغة هي ما أرواها ما أهلاها لغة العربية. متألقة متطورة هي لغة هي ما أرواها ما أهلاها لغة العربية. أتعلم فيها سبيلة العربية فيه أهل الدروس بأساليب ذكية. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? നല്ല അടിപൊളിയായിട്ട് പാടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പാടിയത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് കൊടുക്കാം. ശുക്രിയ മുർഷിദ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാൽ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലേ? എല്ലാം റെഡി അല്ലേ? ലുഗത്തി അൽ അറബിയ, മൈ അറബിക് ലാംഗ്വേജ്. അതഅല്ലമു ഫീഹാ സൂബി ലുഗത്തി അൽ അറബിയ. അതഅല്ലമു ഞാൻ പഠിക്കുന്നു, ഐ ആം ലേണിംഗ് അല്ലേ? ഫി ഹാസൂബി എൻ്റെ കമ്പ്യൂട്ടറിൽ. ഫി ഹാസൂബി പറഞ്ഞാൽ ഹാസൂബ് കമ്പ്യൂട്ടർ, ഹാസൂബി പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ, ഓൺ മൈ കമ്പ്യൂട്ടർ അല്ലേ? ലുഗത്തി അൽ അറബിയ മൈ അറബിക് ലാംഗ്വേജ്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ അറബിക് ലാംഗ്വേജ് പഠിക്കുന്നു എന്നാണ് പറയുന്നത്. അതഅല്ലമു ഞാൻ പഠിക്കുന്നു, ഫി ഹാസൂബി കമ്പ്യൂട്ടറിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ, ലുഗത്തി അൽ അറബിയ എൻ്റെ അറബിക് ലാംഗ്വേജ്, ഐ ആം ലേണിംഗ് ഓൺ മൈ കമ്പ്യൂട്ടർ. ഫീഹി അഹ്ല ദുറൂസി ബി അസാലീബ ദക്കിയ. ഫീഹി അതിലുണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്, അഹ്ല ദുറൂസി. അഹ്ല പറഞ്ഞാൽ
നല്ല ബെസ്റ്റ്. ബെസ്റ്റ് പറഞ്ഞാൽ അതുപോലെ ശരിക്കുള്ള മീനിങ് മധുരമുള്ള, സ്വീറ്റായ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല എന്ന് പറയാം, നല്ല ബെസ്റ്റ് എന്നൊക്കെ പറയാം. ദുറൂസി നല്ല ബെസ്റ്റ് ക്ലാസ്സുകളുണ്ട്, ബെസ്റ്റ് ലെസൺസ് ഉണ്ട് എന്നൊക്കെ പറയാം. ഇറ്റ് ഹാസ് ദ ബെസ്റ്റ് ലെസൺസ് ബി അസാലീബ് ദക്കിയ. ബി അസാലീബ് പറഞ്ഞാൽ വിവിധ രൂപത്തിൽ, അസാലീബ് പറഞ്ഞാൽ ശരിക്കും ശൈലി എന്നൊക്കെ പറയാം, മാർഗത്തിൽ, വിവിധ രൂപത്തിൽ എന്നൊക്കെ പറയാം. അപ്പൊ ബി അസാലീബ ദക്കിയ. ദക്കിയ പറഞ്ഞാൽ സ്മാർട്ട്, ഇൻ സ്മാർട്ട് വേസ് എന്ന് പറയാം കേട്ടോ. ബി അസാലീബ് പറഞ്ഞാല് വേസ്, ബി അസാലീബ് ദക്കിയ ഇൻ സ്മാർട്ട് വേസ് എന്ന് വെച്ചാല് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇന്നത്തെ കാലത്തല്ലേ ഒരുവിധം അധിക പേരും ക്ലാസ് കാണുന്നത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ അതുപോലെ ഇപ്പൊ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും അധിക പേരും. പിന്നെ ഒരുവിധം പേരൊക്കെ ലാപ്ടോപ്പിൽ കാണുന്നുണ്ടായിരിക്കും, പിന്നെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കും, പിന്നെ ടാബിൽ കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല സ്മാർട്ട് വേസിൽ എന്താണ് നമ്മുടെ അതിലെ നല്ല ബെസ്റ്റ് ലെസൺസ്, നല്ല ക്ലാസ്സുകളൊക്കെ അതിലുണ്ട് എന്നല്ലേ കമ്പ്യൂട്ടറിൽ. അപ്പോൾ ഫീഹി അഹ്ലദ് ദുറൂസി, ഇറ്റ് ഹാസ് ദ ബെസ്റ്റ് ലെസൺസ് ബി അസാലീബ് ദക്കിയ പറഞ്ഞാൽ ഇൻ സ്മാർട്ട് വേസ്. ശുക്രൻ യാമൻ അഹദാനി അഹില ഹദിയ. ശുക്രൻ നന്ദി പറയാണ്, താങ്ക്സ് പറയാണ്. യാമൻ അഹദാനി, യാമൻ അഹദാനി എനിക്ക് നൽകിയ ഒരുത്തന് താങ്ക്സ് പറയാണ്. അഹില ഹദിയ നല്ല സ്വീറ്റ്, നല്ല ബെസ്റ്റ് ഗിഫ്റ്റ് നൽകിയ അവർക്ക്, എനിക്ക് നൽകിയ അവർക്ക് ഞാൻ നന്ദി പറയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ശുക്ര യാമൻ അഹദാനി അഹില. അഹില പറഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഹദിയ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അൽ അറബിയ, ലോകത്തിൽ അറബിയ. അപ്പോൾ എന്താണ് പറയുന്നത്? താങ്ക് യു ഹു ഗേവ് മീ ദ ബെസ്റ്റ് ഗിഫ്റ്റ്. താങ്ക് യു ഹു ഗേവ് മീ ദ ബെസ്റ്റ് ഗിഫ്റ്റ്. അടുത്ത നോക്കാം. മാ അറുവാഹ മാ അഹ്ലാഹ ലുഗത്തി അൽ അറബിയ. മാ അറുവാഹ ഹൗ വണ്ടർഫുൾ എന്ന് വെച്ചാൽ അജ്മൽ. അജ്മൽ, അറുവാ പറഞ്ഞാൽ അജ്മൽ എന്ന മീനിങ് ആണ്. അപ്പൊ എന്താ പറയുന്നത്? മാ അറുവാഹ അത് എന്ത് ഭംഗിയാണ്. ഹൗ വണ്ടർഫുൾ അറബിക്കിനെ കുറിച്ച്, അറബിക് ലാംഗ്വേജിനെ കുറിച്ച് പറയാണ്. മാ അറുവാഹ അത് എന്ത് ഭംഗിയാണ്. മാ അഹ്ലാഹ എന്ത് സ്വീറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഹൗ വണ്ടർഫുൾ, ഹൗ സ്വീറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ലുഗത്തി അൽ അറബിയ, മൈ അറബിക് ലാംഗ്വേജ്. അപ്പൊ ഈ പാടുന്ന ആള് പറയാണ് മാ അറുവാഹ എന്ത് ഭംഗിയാണ്, മാ അജ്മലഹ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ഹൗ വണ്ടർഫുൾ, മാ അഹ്ലഹ പറഞ്ഞാല് ഹൗ സ്വീറ്റ്. ലുഗത്തി അൽ അറബിയ. ഫത്ഹുൻ ലൊമ്മുൻ സുമ്മൽ ജറു അഹിലൽ ഹറക്കാത്തി. ഫത്ഹുൻ ലൊമ്മുൻ സുമ്മൽ ജറു അഹിലൽ ഹറക്കാത്തി എന്ന് വെച്ചാൽ എന്താ? ഫത്ഹുണ്ട്, ലൊമ്മുണ്ട്, സുമ്മ പിന്നെ ജറുണ്ട് അല്ലേ. നമ്മള് അറബിക്കിലെ ഹർക്കത്തുകളാണ് അറബി എഴുതുമ്പോഴുള്ള ഹർക്കത്തുകളാണ്. ഫത്ഹുണ്ട്, ലൊമ്മുണ്ട്, പിന്നെ ജറുമുണ്ട്. അഹിലൽ ഹറക്കാത്തി നല്ല ബെസ്റ്റ് ഹർക്കത്തുകൾ, അതൊക്കെ നമ്മുടെ അറബിക് ലാംഗ്വേജിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റു ലാംഗ്വേജിലൊന്നും ഇങ്ങനെ ഹർക്കത്തുകളൊന്നും കാണാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതൊരു അറബിന്റെ ഒരു പ്രത്യേകതയാണ്. ഫൗക ഹുറൂഫി അർസമുഹ അലുബുത്തു കലിമാത്തി. ഫൗക ഹുറൂഫി, ഫൗക എന്നാൽ മുകളിൽ, ഹുറൂഫി എന്താണ്? ലെറ്റേഴ്സുകൾക്ക് മുകളിൽ എന്ന് വെച്ചാൽ ഓൺ ടോപ്പ് ഓഫ് മൈ ലെറ്റേഴ്സ്. ഫൗക ടോപ്പ് അല്ലേ. ഫൊറോഫി മൈ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഓൺ ടോപ്പ് ഓഫ് മൈ ലെറ്റേഴ്സ്. അർസമുഹ ഞാൻ ഐ ഡ്രോ ദം എന്ന് വെച്ചാൽ അർസമുഹ ഞാൻ അവിടെ കുറിച്ചു വെക്കുന്ന, വരക്കുന്നു എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഹർക്കത്തുകൾ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അർസമുഹ ഐ ഡ്രോ ദം അവിടെ ഞാൻ എഴുതുന്നു. അലുബുത്ത് കലിമാത്തി
അളുബുത്ത് പറഞ്ഞാൽ ക്രമീകരിക്കുക. കലിമാത്തി എൻ്റെ പദങ്ങൾ, എൻ്റെ വേർഡ്സുകൾ ഞാൻ അവിടെ ക്രമീകരിക്കുന്നു. എൻ്റെ വേർഡ്സുകൾ എന്താണ് ഹർക്കത്തുകളൊക്കെ നൽകിയിട്ട് ലെറ്റേഴ്സിൻ്റെ മുകളിൽ എന്താണ് ഹർക്കത്തുകളൊക്കെ നൽകിയിട്ട് എൻ്റെ പദങ്ങളെ, എൻ്റെ വേർഡ്സിനെ അവിടെ ക്രമീകരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫൗക ഹുറൂഫി പറഞ്ഞാൽ ഓൺ ടോപ്പ് ഓഫ് മൈ ലെറ്റേഴ്സ് അർസമുഹ ഐ ഡ്രോ ദം അളുബുത്ത് കലിമാത്തി. അളുബുത്ത് കലിമാത്തി പറഞ്ഞാൽ ഐ അഡ്ജസ്റ്റ് മൈ വേർഡ്സ്. അളുബുത്ത് പറഞ്ഞാൽ ഞാൻ ക്രമീകരിക്കുന്നു, കലിമാത്തി എൻ്റെ വേർഡ്സ്, മൈ വേർഡ്സ്. അപ്പോൾ ഐ അഡ്ജസ്റ്റ് മൈ വേർഡ്സ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്താണ് എൻ്റെ വേർഡ്സ്, മൈ വേർഡ്സ്, എൻ്റെ പദങ്ങൾ, അതെല്ലാം ഞാൻ ഈ ഹർക്കത്തുകൾ നൽകിക്കൊണ്ട് എന്താണ് ലെറ്റേഴ്സിൻ്റെ മുകളിൽ അത് നൽകിക്കൊണ്ട് അർസമുഹ അവിടെ വരച്ച് കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പദത്തെ സ്ഥിരപ്പെടുത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വേർഡ്സിനെ അവിടെ ക്രമീകരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ലൈന് നോക്കാം. ബിൽ അസ്മായി വൽ അഫാലി ലുഗത്തി ഗാനിയ. ബിൽ അസ്മായി ഇസ്മുകൾ കൊണ്ടും വൽ അഫാലി ഫേലുകൾ കൊണ്ടും ലുഗത്തി ഗാനിയ. ലുഗത്തി മൈ ലാംഗ്വേജ് ഗാനിയ റിച്ച് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സമ്പന്നമാണ്. എൻ്റെ അറബി ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇസ്മുകൾ കൊണ്ടും ഫീലുകൾ കൊണ്ടും സമ്പന്നമാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അല്ലേ, ഒരുപാട് എന്താണ് അറബിക് ലാംഗ്വേജിൽ ഒരുപാട് ചിലപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് ഇസ്മുകളും അതുപോലെ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് ഫീലുകളും പല രീതിയിലും എഴുതാൻ അറബിക് ലാംഗ്വേജിലുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒരു അറബിയുടെ പ്രത്യേകതയാണ്. ബിൽ അസ്മായി ഇസ്മുകൾ കൊണ്ടും വൽ അഫ്ആലി ഫീലുകൾ കൊണ്ടും ലുഗത്തി എൻ്റെ അറബിക് ലാംഗ്വേജ് വനിയ സമ്പന്നമാണ് എന്നാണ് പറയുന്നത്. ലുഗത്തുൽ ഇൽമി വൽ ആദാബി ലുഗത്തി അൽ അറബിയ. പിന്നെ കവി പറയാണ് ലുഗത്തുൽ ഇൽമി ദ ലാംഗ്വേജ് ഓഫ് സയൻസ്. ലുഗത്തുൽ ഇൽമി പറഞ്ഞാൽ സയൻസിൻ്റെ ഭാഷയാണെന്നാണ് പറയുന്നത്. ലുഗത്തുൽ ഇൽമി വൽ ആദാബി ലിറ്ററേച്ചറിൻ്റെയും, ലുഗത്തി മൈ ലാംഗ്വേജ് അൽ അറബിയ അറബിക് ലാംഗ്വേജ് എന്താണ് ലിറ്ററേച്ചറിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ലാംഗ്വേജ് ആണെന്ന് പറയാണ്. ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഈസ് അറബിക് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ഹിയ മീറാസി മിൻ അജ്ദാദി ലുഗത്തി ലുഗത്തുല്ലാദ്. ഹിയ മീറാസി അത് ഈ അറബിക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹിയ മീറാസി അത് എനിക്ക് അനന്തരമായി ലഭിച്ച ഒന്നാണെന്നാണ് പറയുന്നത്. മിൻ അജ്ദാദി എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സിൽ നിന്നും, എന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന പൂർവ്വപിതാക്കളിൽ നിന്നും എനിക്ക് അനന്തരമായി ലഭിച്ചതാണെന്നാണ് പറയുന്നത്. ലുഗത്തി എൻ്റെ ലാംഗ്വേജ്, ലുഗത്തുല്ലാദ് എന്നറിയപ്പെടുന്ന എൻ്റെ ഈ ലാംഗ്വേജ് എന്താണ് പൂർവ്വപിതാക്കളിൽ നിന്നും എനിക്ക് അനന്തരമായി ലഭിച്ചതാണെന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഹിയ അത് എന്ന് വെച്ചാൽ ലുഗത്തുൽ അറബിയ, മീറാസി എനിക്ക് അനന്തരമായി ലഭിച്ചതാണ്. മീറാസ് പറഞ്ഞാൽ അനന്തരമായി ലഭിച്ച സ്വത്തുക്കൾക്കാണ് അങ്ങനെ പറയാ. എന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയില്ലേ, അനന്തര സ്വത്തിനൊക്കെ അനന്തരമായി ലഭിച്ചതിന് ഇൻഹെറിറ്റൻസ്. ഹിയ മീറാസി ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റൻസ് ഫോർ മൈ ഗ്രാൻഡ് പാരൻസ്. ലുഗത്തി ലുഗത്തുല്ലാദ്. ലുഗത്തി അൽ ഫുസ്ഹ ദൗമൻ തബ്ക കൻസൻ ലിൽ അഹ്ഫാദ്. ലുഗത്തി മൈ ലാംഗ്വേജ് അൽ ഫുസ്ഹ ഫ്ലുവൻ്റ്, മൈ ഫ്ലുവൻ്റ് ലാംഗ്വേജ് ദൗമൻ തബ്ക അത് എപ്പോഴും നിലനിൽക്കുന്നു. ദൗമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും, തബ്ക അവശേഷിക്കുന്നു, നിലനിൽക്കുന്നു. കൻസൻ ലിൽ അഹ്ഫാദ്, കൻസൻ എന്ന് പറഞ്ഞാൽ ട്രഷർ അല്ലേ, നിധി, ഒരു നിധിയായിട്ട് നിലനിൽക്കുന്നു. ലിൽ അഹ്ഫാദി
എൻ്റെ പേരമക്കൾക്ക്, പേരമക്കൾ പറഞ്ഞാൽ ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലേ, എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ലുഗത്തി അൽ ഫുസ്ഹ ദൗമൻ തബ്ക കൻസുൽ ലിൽ അഹ്ഫാദ്, മൈ ഫ്ലുവൻ ലാംഗ്വേജ് വിൽ ഓൾവേസ് റിമൈനിങ് എ ട്രഷർ ഫോർ മൈ ഗ്രാൻഡ് ചിൽഡ്രൻസ് അല്ലേ. എന്നാൽ മനസ്സിലായില്ലേ, ലുഗത്തി അൽ ഫുസ്ഹ എന്നാൽ മൈ ഫ്ലുവൻ ലാംഗ്വേജ് ദൗമൻ തബ്ക, അത് വിൽ ഓൾവേസ് റിമൈന്, അത് അവിടെ എപ്പോഴും അവശേഷിക്കുന്നു, നിലനിൽക്കുന്നു, കെൻസൻ ഒരു ട്രഷറായ ഒരു നിധിയായിട്ട് നിലനിൽക്കുന്നു. കെൻസ് പറഞ്ഞാൽ നിധി, ലിൽ അഹ്ഫാദി കുട്ടികൾക്ക്, ഗ്രാൻഡ് ചിൽഡ്രൻസ്, എ ട്രഷർ ഫോർ മൈ ചിൽഡ്രൻസ്. മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യ. മുതഅല്ലിഖത്തുൻ നല്ല ഭംഗിയുള്ള ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. മുതഅല്ലിഖത്ത് എന്ന് പറഞ്ഞാൽ അജ്മൽ, അതുപോലെ ഇവിടെ നമുക്ക് ബ്രില്യൻ്റ് എന്നും പറയാം. നല്ല ഭംഗിയുള്ള, ബ്രില്യൻ്റ് ആയ, സ്പാർക്ലിംഗ് ആയ ഒരു ലാംഗ്വേജ് ആണ് അറബിക് ലാംഗ്വേജ്. മുതതവ്വിറത്തുൻ ഡെവലപ്ഡ്, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോഴും പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, അഡ്വാൻസ്ഡ് കാപ്പബിലിറ്റി, ഡെവലപ്ഡ് ഓർ ടെക്നോളജി അല്ലേ, ടെക്നോളജിയിലും എല്ലാത്തിലും അറബിയുടെ സ്വാധീനം എല്ലാത്തിലും കാണാൻ പറ്റും അറബിക് ലാംഗ്വേജിൻ്റെ. അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്, നല്ല ഭംഗിയുള്ള ലാംഗ്വേജ് ആണ്, അതുപോലെ എന്താണ് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉള്ള എന്താണ് ഡെവലപ്ഡ് ഒരു ലാംഗ്വേജ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിയ അത് ലുഗത്തുൻ ഹയ്യ, ഒരു ജീവസുറ്റ ലാംഗ്വേജ് ആണ്. ലുഗത്തുൻ അതൊരു ലാംഗ്വേജ് ആണ്. ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവസുറ്റ, ഒരു ലിവിങ് ലാംഗ്വേജ് ആണെന്ന് പറയാം അല്ലേ. ഹിയ ലുഗത്തുൻ ഹയ്യ, ഇറ്റ് ഈസ് എ ലിവിങ് ലാംഗ്വേജ്. മാ അർവാഹ മാ അഹ്ലാഹ ലുഗത്തിൽ അറബിയ. മാ അർവാഹ, അർവാ എന്ന് നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിരുന്നു അല്ലേ, പറഞ്ഞിരുന്നു. അജ്മല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാ അർവാഹ, ഹൗ വണ്ടർഫുൾ, എന്ത് ഭംഗിയാണ്. മാ അഹ്ലാഹ, എന്ത് സ്വീറ്റ് ആണ് അല്ലേ. മാ അർവാഹ മാ അഹ്ലാഹ ലുഗത്തി അൽ അറബിയ, മൈ അറബിക് ലാംഗ്വേജ്. എന്ത് ഭംഗിയാണ്, ഹൗ വണ്ടർഫുൾ, ഹൗ സ്വീറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, സ്വീറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കവി. അപ്പോൾ അല്ലേ, അറബിക് ലാംഗ്വേജ് അതിങ്ങനെ കേൾക്കാൻ എന്ത് രസമല്ലേ. ഒരു നല്ലൊരു ഖുർആൻ പാരായണമൊക്കെ കേൾക്കുമ്പോൾ അത് ലയിച്ചു പോകും. അതുപോലെ അതാണ് ഇവിടെ അഹ്ലാഹ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ്, നല്ല മാധുര്യമുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലുഗത്തി അൽ അറബിയ എന്നുള്ള നമ്മുടെ ഈ ചാപ്റ്റർ, ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പാട്ടിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ കവി ആരാണ്, ജലീൽ ഹസാൽ. നമ്മുടെ കവിയുടെ പേരാണ്, ഷായറിൻ്റെ പേരാണ് ജലീൽ ഹസാൽ. അപ്പോൾ നുൻഷിദുൽ അൻഷൂദത്ത ബി അൽഹാനി മുഖ്തലിഫ. നുൻഷിദുൽ അൻഷൂദത്ത, നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. ബി അൽഹാനി മുഖ്തലിഫ, വ്യത്യസ്ത മെലഡീസിൽ, വ്യത്യസ്ത ഈണത്തിൽ, ഓരോരുത്തർക്കും പല പല രീതിയിൽ ഇത് പാടാൻ സാധിക്കൂലേ. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് പാടി നോക്കുക. ഇനി നമുക്ക് 21ാമത്തെ പേജിലെ ഫസ്റ്റത്തെ ഒന്ന് നോക്കാം, ഫസ്റ്റത്തെ വർക്ക് ഒന്ന് നോക്കാം. നഖ്റഉൽ ജുമലിൽ ആതിയ വനുറത്തിബഹ ഹസ്ബ അബിയാത്തിൽ അൻഷൂദ. നഖ്റഉൽ ജുമല, നമുക്ക് താഴെയുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിക്കാം. വനുറത്തിബുഹ, എന്നിട്ട് നമുക്കത് ക്രമപ്പെടുത്താം. ഹസ്ബ അബിയാത്തിൽ അൻഷൂദ, നമ്മുടെ പാട്ടിൻ്റെ ഓരോ ലൈനുകളില്ലേ, അബിയാത്ത് പറഞ്ഞാൽ ഓരോ ലൈനുകൾക്കാണ് അങ്ങനെ പറയാം. അപ്പോൾ ഹസ്ബ അബിയാത്തിൽ അൻഷൂദ, നമ്മുടെ ആ പാട്ടിൻ്റെ ഓരോ ലൈനിനനുസരിച്ച് ഈ താഴെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് ക്രമപ്പെടുത്തി ഒന്ന് എഴുതി നോക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഇത് താഴെയുള്ളതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് പറയണമെന്നില്ല. താഴെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കവിതയുടെ ഗദ്യമാണ്, പദ്യത്തിൻ്റെ ഗദ്യമാണ് താഴെ കാണുന്ന ഈ പോയിന്റ്സുകൾ. അപ്പോൾ പദ്യം എന്ന് പറഞ്ഞാൽ ഈ 2 ലൈനിൽ ഇങ്ങനെ വരുന്നതിനാണ് പദ്യം എന്ന് പറയാം. അതിൻ്റെ ഗദ്യം എന്ന് പറഞ്ഞാൽ ആ ഓരോ ലൈനിൻ്റെയും ഉദ്ദേശം, അതിൻ്റെ മീനിങ് ആണ് ഗദ്യം. അപ്പോൾ നമുക്ക് ഈ ഗദ്യം ഒന്ന് വായിച്ചു നോക്കാം. അൽ-ലുഗത്തുൽ അറബിയ്യ ഫസീഹത്തുൻ വഹിയ കൻസുൽ ലിൽ അജിയാലിൽ ഖാദിമ. അൽ-ലുഗത്തുൽ അറബിയ്യ, അറബിക് ലാംഗ്വേജ്, ഫസീഹത്തുൻ, അതൊരു എന്താണ് ഫ്ലുവൻറ്റ് ലാംഗ്വേജ് ആണെന്ന് നമ്മളൊരു ഒരു ലൈനിൽ പദ്യത്തിൽ പറയുന്നുണ്ട് അല്ലേ. ഫസീഹത്തുൻ വഹിയ കൻസുൻ ലിൽ അജിയാൽ, അതൊരു ഇനി ഖാദിമ, ലിൽ അജിയാലിൽ ഖാദിമ പറഞ്ഞാൽ ഇനി വരുന്ന തലമുറക്ക് ഉള്ള ഒരു ട്രഷർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു ലൈന് താഴെ ഉണ്ടല്ലോ പദ്യത്തിൽ. അത് എത്രാമത്തെ ലൈനായിരിക്കും? നമ്മുടെ ഈ പദ്യം ആകെ 12 ലൈനുകളാണുള്ളത്. അപ്പോൾ അതിലെ എത്രാമത്തെ? 10ാമത്തെ ലൈനായിരിക്കും അല്ലേ. ലോകത്തിൽ ഫുസ്ഹ ദൗമൻ തബുക കെൻസലിൽ അഹ്ഫാദ്, അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മുടെ 10ാമത്തെ ലൈനാണ്. അപ്പോൾ അടുത്തത് നോക്കാം. അലൗൽ ഹറക്കാത്തി അലൽ അഹ്റുഫി ലിൽ ലൊബത്തി അഷ്കാലിഹ. അലൗൽ ഹറക്കാത്തി, ഹറക്കത്തുകളെ ഞാൻ വെച്ചു, അലൽ അഹ്റുഫി, ഓരോ പദത്തിൻ്റെ ഹർഫുകൾക്ക് മുകളിലും, ലിൽ ലൊബത്തി അഷ്കാലിഹ, അതിൻ്റെ പൂർണ്ണ രൂപം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ഹർക്കത്തുകൾ അവിടെ വെക്കുന്നു അല്ലേ. അപ്പോൾ അത് എത്രാമത്തായിരിക്കും? എത്രാമത്തെ ലൈനായിരിക്കും? 6ാമത്തെ ലൈനായിരിക്കും അല്ലേ. ഫൗക ഹുറൂഫി അർസമുഹ അൽബുത്ത് കലിമാത്തി എന്ന് ആ പദ്യം എല്ലാവരും വായിച്ചു നോക്കുക. അതിൻ്റെ ഗദ്യമാണ് അലൗൽ ഹറക്കാത്തി അലൽ അഹ്റുഫി ലിൽ ലൊബത്തി അഷ്കാലിഹ. അതിൻ്റെ ആ പൂർണ്ണ രൂപത്തേക്ക് നമ്മൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹർക്കത്തുകൾ വരക്കുന്നു അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് അസ്വാത്തുൽ ലുഗത്തിൽ അറബിയ ജദ്ദാബത്തുൻ മുത്തനവ്യാത്തും ഹിയ ഫത്ഹുൻ വൽ ലമ്മുൻ വൽ കസ്റു അല്ലേ. അസ്വാത്തുൽ ലുഗത്തിൽ അറബിയ, അറബിക് ലാംഗ്വേജിൻ്റെ സൗണ്ടുകൾ, മുത്തനവ്യാത്തും, വ്യത്യസ്ത പദങ്ങളും വ്യത്യസ്ത സൗണ്ടുകളാണ് അല്ലേ ഓരോ അക്ഷരത്തിനും. അപ്പോൾ അത് വഹിയ ഫത്ഹുൻ ലമ്മുൻ കസ്റും, ഹർക്കത്തുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന പദ്യത്തിൻ്റെ ലൈൻ ഏതാണെന്ന് മനസ്സിലായോ? ഫതഹുൽ ലമ്മുൻ സുമ്മിൽ ജറു അഹ്ലൽ ഹറക്കാത്തി എന്നൊരു ലൈന് കാണുന്നുണ്ട് അല്ലേ, 5ാമത്തെ ലൈന്. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം. അഷ്കുറുല്ലാഹ് തആല അല്ലദീ വഹബനിൽ ലുഗത്തിൽ അറബിയ ഹദിയത്തുൻ വഹിയ അഹബ്ബു ഇലയ്യ. അഷ്കുറുല്ലാഹ്, ഞാൻ താങ്ക്സ് പറയുന്നു പറഞ്ഞാണ്ട് ഒരു ലൈനിൽ പറയുന്നുണ്ട് അല്ലേ. അത് അള്ളാഹുവിനോടാണ് അവർ താങ്ക്സ് പറയുന്നത്. അഷ്കുറുല്ലാഹ് തആല അല്ലദീ വഹബനി അൽ ലുഗത്തിൽ അറബിയ, അറബിക് ലാംഗ്വേജിനെ എനിക്ക് നൽകിയ ഹദിയ, ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് എനിക്ക് നൽകി. വഹിയ അഹബ്ബു ഇലയ്യ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലുള്ളൊരു ലൈന് ഏതാണ് പദ്യത്തിൽ? 3ാമത്തെ ലൈനായിരിക്കും അല്ലേ. ശുക്രൻ യാ മൻ അഹ്ദാനി അഹ്ലൽ ഹദിയ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 3ാമത്തെ ലൈനാണ്. പിന്നെ അടുത്ത് നോക്കാം. ഹിയ ലുഗത്തുൻ ജമീലത്തുൻ തതവ്വറു മാ തഖദ്ദുമിൽ ആലമി ഫതബ്ക ഹയ്യ. ഹിയ ലുഗത്തുൻ ജമീലത്തുൻ, അതൊരു നല്ല ഭംഗിയുള്ള ഭാഷയാണ്. തതവ്വറു മാ തഖദ്ദുമിൽ ആലമി ഫതബ്ക ഹയ്യ, അത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ. മാ തഖദ്ദുമിൽ ആലമി ഫതബ്ക ഹയ്യ എന്നുദ്ദേശിക്കുന്ന ഈ ഭാഗം ലൈന് ഏതായിരിക്കും? ലാസ്റ്റ് 11ാമത്തെ ലൈനായിരിക്കും അല്ലേ. മുതല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യ എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്ത് നോക്കാം. ഫി ഹാസൂബി ദുറൂസുൻ ദക്കിയത്തുൻ റായിയത്തുൻ ലിതഅല്ലുമിൽ ലുഗത്തിൽ അറബിയ. ഫി ഹാസൂബി, എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്, ദുറൂസുൻ
പാഠങ്ങളുണ്ട്. ദക്കിയത്തുൻ നല്ല സ്മാർട്ടായ, റായിയത്തുൻ ഭംഗിയുള്ള, താലുമിൽ ലുഗത്തിൽ അറബി അറബിക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. നല്ല ക്ലാസ്സുകളും ലെസൺസുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന പദ്യഭാഗം ഏതാണ്? ഫീഹി അഹിലൻ ദുറൂസി ബി അസാലിബി ദക്കിയ എന്ന രണ്ടാമത്തെ ലൈനായിരിക്കും അല്ലേ. ഇനി അടുത്ത് നോക്കാം. ഹാദിഹിൽ ലുഗത്തു ഹിയ മീറാസു ആബാഇന എന്ന് പറയുന്നുണ്ട്. ഹാദിഹിൽ ലുഗ ഈ ലാംഗ്വേജ് ഹിയ മീറാസു ആബായിന എൻ്റെ പിതാക്കളിൽ നിന്നുള്ളൊരു അനന്തരമായി ലഭിച്ചതാണെന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അതേതാണ്? 9ാമത്തെ ലൈനാണ് അല്ലെ. ഹിയ മീറാസി മിൻ അജ്ദാദി ലുഗത്തി ലുഗത്തുല്ലാദ്. പിന്നെ അടുത്തത് ഏതാ? അൽ അറബിയ ലുഗത്തുൻ ഗനിയ്യത്തുൻ ബി അസ്മായി വൽ അഫ്ആലി വൽ ഹറൂഫി എന്ന് പറയുന്നൊരു ലൈനുണ്ട്. അൽ അറബിയ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് സമ്പന്ന ഇസ്മുകളും ഫീലുകൾ ഹർഫുകൾ എന്നിവ കൊണ്ട് സമ്പന്നമാണെന്ന് പറയുന്നുണ്ട്. അത് എത്രാമത്തെ ലൈനാണ്? 7ാമത്തെ ലൈനാണ് അല്ലേ. ബി അസ്മായി വൽ അഫ്ആലി ലുഗത്തിൽ ഗനിയ്യ എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ മാ അജ്മല മാ അഹ്ല ലുഗത്തിൽ അറബിയ എന്ന് പറയുന്നത് മാ അജ്മൽ എന്ത് ഭംഗിയാണ്, പിന്നെ എന്ത് മാധുര്യമാണ്, എന്ത് സ്വീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ലുഗത്തിൽ അറബിയ എന്ന് പറയുന്നത് ലൈന് 4ാമത്തെ ലൈനായിരിക്കും. മാ അർവാഹ മാ അഹ്ലഹ ലുഗത്തിൽ അറബിയ. അർവാഹ ഉദ്ദേശിക്കുന്നത് അജ്മല കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഫീ ലുഗത്തിൽ അറബിയ ജമീഉൽ ഉലൂമി വൽ ആദാബി. അറബിക് ലാംഗ്വേജ് എന്താണ് സയൻസും അതുപോലെ ലിറ്ററേച്ചറിൻ്റെയൊക്കെ ഒരു ലാംഗ്വേജ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഏതാണ്? ലുഗത്തിൽ ഇൽമി വൽ ആദാബി ലുഗത്തിൽ അറബിയ. പിന്നെ അടുത്ത അവസാനമായിട്ട് ഏതാ നോക്കാം. അസ്തഖ്ദിം ഹാസൂബിയ ലി ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ അൽ മഹബൂബ എന്ന് വെച്ചാൽ അസ്തഖ്ദിമു ഞാൻ ഉപയോഗിക്കുന്ന ഹാസൂബിയെ എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ലി ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ അൽ മഹബൂബ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അറബിക് ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ്? ഫസ്റ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതഅല്ലമ ഫിൽ ഹാസൂബി ലുഗത്തിൽ അറബിയ എന്ന് പറയുന്ന ഈ ലൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പദ്യത്തിൻ്റെ ഗദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ അത് ക്രമത്തിൽ നിങ്ങളത് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷായറിനെ കുറിച്ച് പരിചയപ്പെടാം. ഷായർ. ഇനി നമുക്ക് ഷായറിനെ കുറിച്ച് പരിചയപ്പെടാം. ഉലിദ ജലീൽ ഖസാൽ ഫിൽ ബഗ്ദാദി ഫി വാഹിദ് യനായർ 1960 മീലാദിയ. ഉലിദ ജലീൽ ഖസാൽ. ജലീൽ ഖസാൽ എന്ന നമ്മുടെ ഈ കവി ജനിക്കുന്നത് ഫിൽ ബാഗ്ദാദിലാണ്. ബാഗ്ദാദിൽ ജനിച്ചു. ഫി യനായർ ജനുവരി 1 1960 മീലാദിയ. ക്രിസ്താബ്ദം 1960 ജനുവരി 1 ബാഗ്ദാദിൽ ഇറാഖിലെ ബാഗ്ദാദിലാണ് ജലീൽ ഖസാൽ എന്ന നമ്മുടെ ഈ കവി ജനിക്കുന്നത്. ഹുവ കാത്തിബും മഷൂറും. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഒരു ഫേമസ് ആയ റൈറ്ററാണ്. കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനാണ്. മഷൂറും ഫേമസ് ആയ. ഫി അദബി സാഹിത്യത്തിൽ അല്ല തുഫാൽ കുട്ടികൾക്കുള്ള കൃതികളൊക്കെ തയ്യാറാക്കുന്നതിലുള്ള ഒരു പ്രസിദ്ധനായ ഒരു ഫേമസ് ആയ കാത്തിബാണ് നമ്മുടെ ഈ ജലീൽ ഖസാൽ എന്ന എഴുത്തുകാരൻ. കത്തബ അദ്ദേഹം എഴുതിയ അഷറാത്തിൽ അഗാനി 10ഓളം എന്ന് വെച്ചാൽ 10,000ഓളം പാട്ടുകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. വൽ മസ്രഹിയാത്ത് ഡ്രാമകൾ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വൽ അഫ്ലാം ഫിലിംസ് പറഞ്ഞാൽ റുസൂമിൽ മുത്തഹരിക്ക ലിൽ അത്ഫാലി. റുസൂമിൽ മുത്തഹരിക്ക പറഞ്ഞാൽ എന്താ? ആനിമേഷൻ മൂവീസാണ്. ആനിമേഷൻ മൂവീസ് പറഞ്ഞാൽ ഫിലിമുകൾ പറഞ്ഞാൽ കാർട്ടൂണുകൾ. റുസൂമിൽ മുത്തഹരിക്ക പറഞ്ഞാൽ കാർട്ടൂണുകൾ, ആനിമേഷൻ കാർട്ടൂണുകൾ. ലിൽ അത്ഫാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള മസ്രഹിയാത്ത് ഫിലിംസ് സോങ്സ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹസല അല ജവായിസിൻ കസീറ ലിൽ അമാലിൽ അദബിയ ലിൽ അത്ഫാലി. ഹസല അല ജവായിസിൻ കസീറ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമായി കിട്ടിയിട്ടുണ്ട്. ഹസല അല പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ചു.
ജവായിസ് പറഞ്ഞാൽ അവാർഡ്സുകൾ, സമ്മാനങ്ങളൊക്കെ ലഭിച്ചു. കസീറ ധാരാളം, ലിൽ അമാലിൽ അദബിയ അദ്ദേഹത്തിൻ്റെ ഈ ലിറ്റററി വർക്ക്സിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചു. ലിൽ അത്ഫാലി ചിൽഡ്രൻസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹിസ് ലിറ്റററി വർക്ക്സ്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സുകളൊക്കെ ലഭിച്ചു. തുർജിമത്ത് അമാലുഹു ഇലൽ ലുഗത്തിൽ ഇൻജിലീസിയ വൽ അൽമാനിയ വൽ ഇത്താലിയ വൽ കുർദിയ വൽ ഫാരിസിയ. തുർജിമത്ത് അമാലുഹു അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുർജിമത്ത് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. അമാലുഹു അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഇലൽ ലുഗത്തിൽ ഇൻജിലീസിയ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കും, വൽ അൽമാനിയ ജർമ്മൻ ലാംഗ്വേജിലേക്ക്, വൽ ഇത്താലിയ ഇറ്റലി ലാംഗ്വേജ്, വൽ കുർദിയ കുർദി ലാംഗ്വേജ്, അതുപോലെ വൽ ഫാരിസിയ പേർഷ്യൻ ലാംഗ്വേജ്. പേർഷ്യ, കുർദിയ, ഇറ്റാലി, ജർമ്മൻ, ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കവിയെക്കുറിച്ച്, ജലീൽ ഹസൽ എന്ന കവിയെക്കുറിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത 22ാമത്തെ പേജിലെ അടുത്ത വർക്കൊന്ന് നോക്കിയാലോ. നുൻഷിദുൽ അബിയാത്തുൽ ആത്തിയ വനഖ്താറു മിൻഹാൽ അബിയാത്തു അനിൽ ലുഗത്തിൽ അറബിയ. നുൻഷിദുൽ അബിയാത്തുൽ ആത്തിയ, താഴെയുള്ള ബൈത്തുകൾ, താഴെ കുറച്ച് ബൈത്തുകൾ നൽകിയിട്ടുണ്ട്. ബൈത്ത് പറഞ്ഞാൽ ഓരോ ലൈനുകളായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നുൻഷിദുൽ അബിയാത്തുൽ ആത്തിയ, താഴെയുള്ള ബൈത്തുകളൊക്കെ നമുക്കൊന്ന് പാടി നോക്കാം. വനഖ്താറു മിൻഹാൽ അബിയാത്ത് അനിൽ ലുഗത്തിൽ അറബിയ. വനഖ്താറു മിൻഹ, നമുക്ക് തിരഞ്ഞെടുക്കാം, അൽ അബിയാത്ത് അനിൽ ലുഗത്തിൽ അറബിയ, അറബിക് ലാംഗ്വേജിനെ കുറിച്ചുള്ള ബൈത്തുകൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ തൊണ്ട ഒന്നും ശരിയില്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് പാടുക. ലുഗത്തുൽ ജമാലി കഅന്നമാ നഫഹാതുഹ ലിൽ ആശിഖീന മിനസ്സമായി ഹദിയ. അതുപോലെ ഇദാമാ കുൻത ദാ ഖൽബിൽ ഖനോയി ഫഅൻത മാലിക്കുദ്ദുനിയ സവാഉൻ. പിന്നെ നെക്സ്റ്റ്, കും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ലുഅത്തി ഹയ്യാക റഹ്മാൻ വബിലഫ്ലിക ജാൽ ഖുർആൻ യഹ്ദൂക സദാദു വബയാൻ വഹുദൻ ലിന്നാസി വതബിയാൻ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ അറബിക് ലാംഗ്വേജിനെ കുറിച്ചുള്ള കവിത ബൈത്ത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. ലുഗത്തുൽ ജമാലി കഅന്നമാ നഫഹാതുഹ ലിൽ ആശിഖീന മിനസ്സമായി ഹദിയ. ഇതിൽ ലുഗ എന്ന് പറയുന്നുണ്ടല്ലേ, അതുകൊണ്ട് നമുക്കിത് ഭാഷ, അറബിക് ലാംഗ്വേജിനെ കുറിച്ചുള്ളതെന്ന് മനസ്സിലാക്കാം. നല്ല ഭംഗിയുള്ള ഭാഷയാണെന്ന് പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആകാശത്തിൽ നിന്നും ഇറക്കിയ ഒരു സമ്മാനമാണ് നമ്മുടെ ഈ അറബിക് ലാംഗ്വേജ് എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ നമുക്ക് എന്താണ്, ലുഗത്തുൽ അറബിയനെ കുറിച്ചുള്ള ഒരു ബൈത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇദാമാ കുൻത ദാ ഖൽബിൽ ഖനോയി ദാ ഖൽബി ഖനോയിൻ ഫഅൻത വമാലിക്കുദ്ദുനിയ സവാഉൻ. അപ്പോൾ അത് ഒരു അറബിക്കിനെ കുറിച്ച്, ലാംഗ്വേജിനെ കുറിച്ചുള്ള കവിതയാണെന്ന് തോന്നുന്നില്ലല്ലേ. ഇദാമാ കുൻത ദാ ഖൽബിൽ ഖനോയി, നമ്മുടെ ഹൃദയത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫഅൻത വമാലിക്കുദ്ദുനിയ സവാഉൻ. അപ്പോൾ ഇത് എന്താണ്, അത് നമ്മുടെ ലുഗത്തുൽ അറബിയനെ കുറിച്ചുള്ള ഒരു കവിതയല്ലെന്ന് മനസ്സിലായി. പിന്നെ കും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഒരു മുഅല്ലിമിനെ, ഒരു അധ്യാപകനെ കുറിച്ചാണ് പറയുന്നത്. അധ്യാപകനെ കണ്ടാൽ എണീറ്റ് നിൽക്കണം, അതുപോലെ അത് നിനക്കൊരു ദൂതനാണ്, ഒരു റസൂലായിട്ട് അതുപോലെയാണെന്നൊക്കെയാണ് അധ്യാപകനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ലുഗത്തുൽ അറബിയനെ കുറിച്ചുള്ള ഒരു ബൈത്തല്ലെന്ന് മനസ്സിലായി. പിന്നെ നെക്സ്റ്റ് നോക്കാം. ലുഗത്തി ഹയ്യാക റഹ്മാൻ വബിലഫ്ലിക ജാൽ ഖുർആൻ യഹ്ദൂക സദാദുൻ വബയാൻ വഹുദൽ ലിന്നാസി വതിബിയാൻ എന്ന് വെച്ചാൽ ഇത്
ലോകത്തുൽ അറബിയെ കുറിച്ചുള്ള ഒരു ബൈത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ലോകത്ത് ഹയ്യാഖുർ റഹ്മാൻ എന്താണ് പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ ഭാഷയിൽ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഫ്ദിക ജാൽ ഖുർആൻ, ഈ അറബിക് ലാംഗ്വേജിൻ്റെ ലഫ്ലുകൾ കൊണ്ടാണ് നമ്മുടെ ഖുർആനിൻ്റെ ലഫ്ലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യഹ്ദൂക്ക് സദാദും വബയാൻ വഹുദൽ ലിന്നാസി വത്തുബിയാൻ, ജനങ്ങൾക്ക് സന്മാർഗവുമായി വരുന്ന എന്നൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലും എന്താണ്, അത് ലോകത്തുൽ അറബിയെ കുറിച്ചുള്ളൊരു ബൈത്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കി വേർതിരിച്ച് വെക്കുക. പിന്നെ അവസാനമായിട്ട് 23ാമത്തെ പേജിൽ നമുക്കൊരു മൊജമുൽ മുഫ്രദാത്ത്, നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലുള്ള നമ്മുടെ പുതിയ വേർഡ്സുകളുടെ ഒരു ഡിക്ഷണറിയാണ് അവസാനത്തെ 23ാമത്തെ പേജിൽ കാണാൻ പറ്റുന്നത്. അതൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, പുതിയ വേർഡ്സുകളൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററുകൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചത്? ഫസ്റ്റ് യൂണിറ്റിൽ 3 ചാപ്റ്റർ നോക്കി. അതിൽ നമ്മൾ അറബിക് ലാംഗ്വേജ് ഒരുവിധം നമ്മൾ ഇതിൽ ചർച്ച ചെയ്തു അല്ലേ. ഫസ്റ്റ് യൂണിറ്റിൽ 3 ചാപ്റ്ററിലും ലോകത്തുൽ അറബിയെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഈ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലോകത്തുൽ അറബിയെ കുറിച്ച് കഴിയാവുന്നത്ര അറിവുകൾ നേടാൻ നോക്കുക. എന്തൊക്കെയാണ് അറബിക് ലാംഗ്വേജിൻ്റെ പ്രത്യേകതകൾ, മസായ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉക്തുബ മസായ അനിൽ ലോകത്തുൽ അറബിയ എന്നൊക്കെ ചോദ്യമൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റണം. ഒരു പാരഗ്രാഫ് ആക്കിയോ എസ്സേ ആക്കിയോ ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ലോകത്തുൽ അറബിയെ കുറിച്ച്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറബിക്കിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പുതിയ വേർഡ്സുകളൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു അറബിക് ലാംഗ്വേജിനെ കുറിച്ച് എഴുതാൻ പറ്റില്ലേ. പിന്നെ എങ്ങനെയൊക്കെ എഴുതാം, ലോകത്തുൽ അറബിയ, ലോകത്തുൽ ഖുർആൻ എന്നെഴുതാം, വഹിയ ലോകത്തുൽ ജന്ന, സ്വർഗത്തിലെ ഭാഷയാണെന്ന് എഴുതാം. പിന്നെ വഹിയ ലോകത്തുൽ മുഖറർ ലദ ഹയാത്തുൽ ഉമ്മമിൽ മുത്തഹിദ, UN അംഗീകരിച്ച ഒരു ലാംഗ്വേജ് ആണെന്ന് പറയാം. പിന്നെ ഇതാ കാനത്തിലതേക്കാം മലക്കത്തും ഫിൽ ലോകത്തുൽ അറബിയ അമാമുക വലായിഫും കസീറ ഫിൽ മജാലാത്തി തർജുമ ഒഫിൽ മുസ്തഷ്ഫിയാത്തി ഒഫി തിജാറത്തി ഒഫി ടെക്നോളജിയ ഒഫി ഷെരിക്കാത്തിൽ ആലമിയ എന്നൊക്കെ എഴുതിക്കൂടെ അല്ലേ. നമ്മളെ കയ്യിൽ എന്തുണ്ട്, അറബിക് ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലോകത്തുൽ അറബിയ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് പല ചാൻസുകളുണ്ട്. വലായിഫും കസീറ ഫി മജാലാത്തി തെർജുമ ട്രാൻസ്ലേഷൻ മേഖലകളിലെ, പിന്നെ മുസ്തഷ്ഫയാത്തി ഹോസ്പിറ്റലുകളിലെ, തിജാറത്തി കച്ചവട മേഖലകളിൽ, പിന്നെ ടെക്നോളജി മേഖലകളിൽ, ഷെരിക്കാത്തി പിന്നെ ഒരുപാട് അങ്ങനെ ഷെരിക്കാത്തിൽ ആലമിയ അങ്ങനെ ഒരുപാട് കമ്പനികളിലും ഒക്കെ നമുക്ക് അറബിക് ലാംഗ്വേജ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടല്ലേ. അതുപോലെ എന്തൊക്കെ എഴുതാം അറബിക്കിനെ കുറിച്ച്, അത് ലുഗത്തുൽ ലോദ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മറ്റൊരു പേരാണ് ലുഗത്തുൽ ലോദ്. പിന്നെ ബിന്ത് അദ്നാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിന്ത് അദ്നാൻ എന്ന ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞാൽ അത് ലുഗത്തുൽ അറബിയ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെന്താ പറയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറബിക്കിനെ കുറിച്ച് പഠിച്ചില്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും, അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് യൂണിറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു, ബൈ.